ഹലോ ഗുഡ് മോർണിംഗ്. ഈ വാലന്റൈൻസ് ഡേയുടെ ഒക്കേഷനിൽ വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ലവ് സ്റ്റോറി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് ഷാജഹാൻ മുംതാസ് താജ്മഹൽ ആ സ്റ്റോറി അല്ല കേട്ടോ. ഇത് അതിലും നല്ലൊരു ലവ് സ്റ്റോറിയാണ്. ഒരുപാട് പഴയ ലവ് സ്റ്റോറിയാണ്. ദൊറാബ്ജി ടാറ്റ ആൻഡ് മെഹർബായിനെ കുറിച്ചാണ്. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. കേട്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണും കേട്ടോ. അപ്പോൾ ദൊറാബ്ജി ടാറ്റ ആൻഡ് മെഹർബായ് ഇന്നത്തെ ദിവസമാണ് കല്യാണം കഴിച്ചത്. 14th February 1898. കുറേ വർഷങ്ങൾക്ക് മുന്നേ അവർ രണ്ടുപേരും 14th February ഈ വാലന്റൈൻസ് ഡേയുടെ ദിവസം തന്നെയാണ് കല്യാണം കഴിച്ചത്. അന്നൊക്കെ 14th February വാലന്റൈൻസ് ഡേ ആണോന്നും പോലും അറിയില്ല കേട്ടോ. അപ്പോൾ പിന്നെ അവരുടെ സെക്കൻഡ് ആനിവേഴ്സറിയിൽ ദൊറാബ്ജി ടാറ്റ മെഹർബായിക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തു. ഒരു വെരി പ്രഷ്യസ് ഡയമണ്ട്. അതിൻ്റെ പേര് ജൂബിലി ഡയമണ്ട് എന്നായിരുന്നു. അത് വാങ്ങിയത് ലണ്ടനിൽ മെയ്ഡ് ഇൻ ലണ്ടൻ ആണ്. ഡയമണ്ട് മെയ്ഡ് ഇൻ ലണ്ടൻ ആണ്. പിന്നെ ലണ്ടനിൽ അവരത് ക്വീൻ ഓഫ് ഇംഗ്ലണ്ടിന് ക്രൗണിൽ വെക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിരുന്ന ഡയമണ്ടാണ്. പക്ഷേ ദൊറാബ്ജി ടാറ്റ അത് വാങ്ങി അവരുടെ വൈഫിന് വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടി വാങ്ങി. പിന്നെ വൈഫിന് അത് ഗിഫ്റ്റ് ചെയ്തു. പിന്നെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ദൊറാബ്ജി ടാറ്റയ്ക്ക് അവരുടെ ബിസിനസ്സിൽ ഫൈനാൻഷ്യൽ ക്രൈസിസ് വന്നു. അവരുടെ എംപ്ലോയീസിന് സാലറി പേ ചെയ്യാനുള്ള ഫൈനാൻഷ്യൽ സ്റ്റേറ്റ് ഇല്ലാണ്ടായി, പൈസ ഇല്ലാണ്ടായി. പക്ഷേ ദൊറാബ്ജി ടാറ്റ ഒരു വർക്കറിനെ പോലും ലേ ഓഫ് ചെയ്തിട്ടില്ല കേട്ടോ. ആ സമയത്ത് പോലും ഒരു വർക്കറിനെ പോലും ജോലി ഇല്ലാണ്ട് പറഞ്ഞു വിട്ടിട്ടില്ല. അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ മെഹർബായും ദൊറാബ്ജി ടാറ്റയും കൂടി അവരുടെ എല്ലാ പേഴ്സണൽ ജ്വല്ലറീസും പണയം വെച്ചു. അതിൽ ഈ ജൂബിലി ഡയമണ്ടും പണയം വെച്ചു. അങ്ങനെ അവർക്ക് കുറേ പൈസ കിട്ടി. ആ പൈസ കൊണ്ട് അവരുടെ ലേബേഴ്സിനെ പേ ചെയ്തു, അവരുടെ എംപ്ലോയീസിനെ പേ ചെയ്തു, സാലറി പേ ചെയ്തു. പിന്നെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അതൊക്കെ സെറ്റിലായി. അവരുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റൊക്കെ ഇമ്പ്രൂവ് ആയി വന്നു. അങ്ങനെ ദൊറാബ്ജി ടാറ്റ എല്ലാതും റിക്കവർ ചെയ്തു കേട്ടോ. എല്ലാവരുടെ പണയം വെച്ച സ്വർണവും പിന്നെ ആ ജൂബിലി ഡയമണ്ടും അതും ഒക്കെ റീഗെയിൻ ചെയ്തു. പിന്നെ അങ്ങനെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അവരുടെ 50th ബർത്ത്ഡേ, മെഹർബായിയുടെ 50th ബർത്ത്ഡേ വന്നു. 1931 മെഹർബായിയുടെ 50th ബർത്ത്ഡേ അവർ സെലിബ്രേറ്റ് ചെയ്തു. പക്ഷേ അപ്പോഴാണ് മനസ്സിലാവുന്നത് മെഹർബായിക്ക് ക്യാൻസർ ഉണ്ടെന്നുള്ളത്. അപ്പോൾ ക്യാൻസർ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ദൊറാബ്ജി ടാറ്റ മെഹർബായിക്ക് പറ്റണ പോലെ ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് നൽകാൻ വേണ്ടി ട്രൈ ചെയ്തു. പക്ഷേ ആഫ്റ്റർ ഓൾ ക്യാൻസർ ജയിച്ചു. അവിടെ മെഹർബായി മരിച്ചു. 1931 മെഹർബായി മരിച്ചു. പിന്നെ ദൊറാബ്ജി ടാറ്റ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ആ ജൂബിലി ഡയമണ്ട് സെൽ ചെയ്തു, പോയി വിറ്റിട്ട് ആ പൈസ കൊണ്ട് ദൊറാബ്ജി ടാറ്റ ഒരു ട്രസ്റ്റ് തുടങ്ങി. ആ ട്രസ്റ്റിൻ്റെ ആണ് ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റൽ, മുംബൈയിലുള്ള ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റൽ. ഇപ്പോൾ ക്യാൻസർ പേഷ്യൻസിന്, സ്പെഷ്യലി ക്യാൻസർ പേഷ്യൻസിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന ഒരു ഹോസ്പിറ്റലാണ്. പിന്നെ ആ ഹോസ്പിറ്റലിൻ്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ എത്ര ശതമാനം ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ എത്ര ശതമാനം ഡിസ്കൗണ്ടോ അങ്ങനെ എന്തൊക്കെയൊക്കെ ബെനിഫിറ്റ്സും അവിടെ ഉണ്ട്. അപ്പോൾ മെഹർബായി ക്യാൻസർ പേഷ്യൻ്റായിട്ട് മരിച്ചത് കാരണം ദൊറാബ്ജി ടാറ്റ മെഹർബായിയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് ഈ ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റൽ. ഷാജഹാൻ്റെ കഥയിൽ ഷാജഹാൻ മുംതാസിന് വേണ്ടി ഉണ്ടാക്കിയ താജ്മഹൽ പോലെ ദൊറാബ്ജി ടാറ്റ ഉണ്ടാക്കിയത് ഒരു ഹോസ്പിറ്റലാണ്, ഒരു ക്യാൻസർ ഹോസ്പിറ്റൽ. പിന്നെ ഷാജഹാൻ്റെ സ്റ്റോറിയിൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും, താജ്മഹൽ ഉണ്ടാക്കിയതിൻ്റെ ശേഷം അതിൻ്റെ കോപ്പീസ് ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ട് ഷാജഹാൻ ആ താജ്മഹൽ ഉണ്ടാക്കിയ വർക്കേഴ്സിൻ്റെ കൈ മുറിക്കുകയാണ് ചെയ്തിരുന്നത് അല്ലേ. പക്ഷേ അതേസമയം ദൊറാബ്ജി ടാറ്റ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇനിയും കോപ്പീസ് ഉണ്ടാവണം എന്ന് പറയുകയാണ് ചെയ്തത്. എന്നിട്ട് കുറേ വേറെ സ്റ്റേറ്റ്സിലും ടാറ്റ ഹോസ്പിറ്റലിൽ ഉണ്ടാക്കി ഈ ക്യാൻസർ പേഷ്യൻസിന്, സ്പെഷ്യലി ക്യാൻസർ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇന്നത്തെ ദിവസം വരെ അവിടെ ഈ പറഞ്ഞ ബെനിഫിറ്റ്സും ഒക്കെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയല്ലേ വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ലവ് സ്റ്റോറി പറയേണ്ടത്. അങ്ങനെയാണ് ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റൽ ഫൗണ്ടായത്. പിന്നെ ഇതാണ് ദൊറാബ്ജി ടാറ്റ ആൻഡ് മെഹർബായിയുടെ ഗ്രേറ്റ് ലവ് സ്റ്റോറി. അവരവരുടെ ലവ് സ്റ്റോറിയുടെ സിമ്പിളായിട്ടൊരു ഹോസ്പിറ്റലാണ് ഉണ്ടാക്കിയത്. അത് കുറേ സ്റ്റേറ്റ്സിലും അവർ അത് ബ്രാഞ്ച് തുടങ്ങി. പിന്നെ 1932 തന്നെ ദൊറാബ്ജി ടാറ്റയും മരിച്ചുപോയി. അപ്പോൾ ഇതാണ് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ലവ് സ്റ്റോറി. ഇങ്ങനത്തെ ലവ് സ്റ്റോറി പലർക്കും അറിയുമെന്ന് എനിക്ക് അറിയില്ല. പക്ഷേ താജ്മഹൽ പോലെയുള്ള ലവ് സ്റ്റോറി മിക്കവാറും എല്ലാ ആൾക്കാർക്കും അറിയാം. അപ്പോൾ ഇങ്ങനത്തെ ലവ് സ്റ്റോറിയും കൂടി എല്ലാവരും അറിയണമെന്ന് വിചാരിച്ചു. അറിയോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷേ ഞാനിപ്പോൾ അടുത്തിടയ്ക്കാണ് ഈ സ്റ്റോറി കേട്ടത് കേട്ടോ. അപ്പോൾ അതൊന്ന് ഷെയർ ചെയ്തതാണ്. പിന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക. കമൻറ്റ് ചെയ്താലാണ് മനസ്സിലാവുള്ളൂ വീഡിയോസ് എങ്ങനെ ഉണ്ടെന്നുള്ളത്. പിന്നെ എൻ്റെ ചാനൽ ചെക്കൗട്ട് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ. അപ്പോൾ ബൈ.